ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സോസേജ് കൊണ്ടുള്ള ഫ്രൈ ആണ്. എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ? സോസേജ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം. അതിനുശേഷം അതിനുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. മസാലക്കൂട്ട് റെഡിയാക്കുന്നതിന് വേണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. എടുത്തു വെച്ച മസാലക്കൂട്ടിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇട്ടാൽ മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മസാലക്കൂട്ട്. അതിനുശേഷം സോസേജ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഈ വരഞ്ഞു കൊടുക്കുന്നത്. സോസേജ് വരഞ്ഞതിന് ശേഷം മസാല നല്ലപോലെ അതിലേക്ക് തേച്ച് പിടിപ്പിക്കുക. മസാല നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ മാറ്റി വെക്കാം. സോസേജ് അരമണിക്കൂർ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിനെ നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനു വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് സോസേജ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. സോസേജ് വെന്ത് വരാൻ വലിയ സമയമൊന്നും വേണ്ടി വരത്തില്ല. കൂടിപ്പോയാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ സോസേജ് റെഡിയായി കിട്ടും. അതിനിടയ്ക്കൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. സോസേജ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണയൊക്കെ ഒന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ സോസേജ് നല്ലോണം മുരിച്ചാണ് എടുത്തിരിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങൾക്ക് കുറഞ്ഞ് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സോസേജ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.